നമസ്കാരം ആൻഡ് വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ലൈഫ് അൺഎഡിറ്റഡ്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ സമകാലികമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. വിദ്യാർത്ഥി അധ്യാപകനെതിരെ കൊലവിളി നടത്തിയ ഒരു സംഭവം കഴിഞ്ഞ ദിവസം ഉണ്ടായി. അതിനെ തുടർന്ന് കുറേ ചർച്ചകളും സോഷ്യൽ ജഡ്ജ്മെൻറ്റും ഒക്കെ ഉണ്ടായി. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പേരൻറ്റിങ്ങിനെ കുറിച്ച് ഒരു റൈറ്റപ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ പേഴ്സണൽ ഇൻസ്റ്റഗ്രാമിൽ. അതുകൊണ്ട് തന്നെ അപ്പം തുടങ്ങി ഞാൻ എയറിലാണ്. അപ്പോൾ ആ ഒരു റൈറ്റപ്പിന് പല തരത്തിലുള്ള ഇൻ്റർപ്രിട്ടേഷൻസ് ഉണ്ടാവുകയും പല സോഷ്യൽ മീഡിയയിൽ പല പ്ലാറ്റ്ഫോമുകളിൽ പല ഓൺലൈൻ മീഡിയാസിലൊക്കെ അതിനെക്കുറിച്ചുള്ള കോമൻസും അതിന് കുറേ ഷെയർസും അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായി. കുറേ പേരെന്നെ ക്രിട്ടിസൈസ് ചെയ്തു. അവർ പലരും അതിനകത്ത് പറഞ്ഞിട്ടുള്ള കോണ്ടൻറ്റ് എന്താണെന്നുള്ളതിനെക്കുറിച്ച് കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്തിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ചില ആളുകൾക്ക് അവർ പറഞ്ഞ ചില കാര്യങ്ങൾക്ക് ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കണം എന്ന് തോന്നി. അപ്പോൾ അത്തരത്തിലൊരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ ഒരു പോസ്റ്റിനകത്ത് എന്താ പറഞ്ഞിരുന്നത് എന്നുള്ളത് അറിയാത്ത കുറേ ആളുകൾ ഉണ്ടായിരിക്കും. നമ്മുടെ ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് ചിലപ്പോൾ അവർ ആ പോസ്റ്റ് കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് മാത്രം ഞാൻ അതിനകത്ത് ബേസിക്കലി എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്ന് പറയാം. അതായത് ശരിക്കും ഈ ഒരു വിദ്യാർത്ഥിയുടെ ഒരു വീഡിയോ വൈറലായ ഒരു സമയത്ത് ആ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റുകൾ കംപ്ലീറ്റ് ഈ കുട്ടിയെ ഇപ്പം തന്നെ അടിച്ച് ശരിയാക്കണം, ഇവനെ കൊല്ലണം, ഇവനെ ഒന്നും ഇനി വെച്ചോണ്ടിരിക്കരുത്, ഭൂമിക്ക് ഭാരമാണ്, അല്ലെങ്കിൽ ഇതൊക്കെ പണ്ടേ വീട്ടുകാർ ചെയ്യേണ്ടതായിരുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ അബ്യൂസീവായിട്ടുള്ള കുട്ടിയെ അബ്യൂസ് ചെയ്യുന്ന തരത്തിലുള്ള കമൻറ്റുകൾ. അപ്പം ഒന്നാമത് എനിക്കൊരു കൺസേൺ ഫീൽ ചെയ്തത് മൈനറായിട്ടുള്ളൊരു കുട്ടി എന്തിൻ്റെ പേരിലാണെങ്കിലും പ്രകോപനപരമായിട്ട് പെരുമാറി ആ പെരുമാറ്റത്തെ നമ്മൾ ഒരു തരത്തിലും ജസ്റ്റിഫൈ ചെയ്യല്ല. പക്ഷേ ആ വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചതിനകത്തൊരു കൺസേൺ തോന്നി. പക്ഷേ അതുപോലെ ഞാൻ ഈ ഒരു പോസ്റ്റിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ പോസ്റ്റിൽ പറഞ്ഞത്രേ ഉള്ളൂ, ഒരു കുട്ടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോഴേക്കും നമ്മൾ അടിക്കണം, കൊല്ലണം, അടിക്കാത്തത് കൊണ്ട് മാത്രമാണ് ഈ കുട്ടികൾ ഇങ്ങനെ ആയി പോകുന്നത്, അധ്യാപകർക്ക് പഴയ ചൂരൽ തിരിച്ചു കൊടുക്കൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻറ്റുകളാണ് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ പോസ്റ്റിൽ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പേരൻറ്റിങ് ഇന്നത്തെ കാലത്ത് എത്രത്തോളം ഡിഫിക്കൽട്ടാണ്. പണ്ടത്തെ പോലത്തെ പല പേരൻറ്റിങ് മെത്തേഡ്സും ഇന്നത്തെ കുട്ടികളിൽ ആപ്ലിക്കബിൾ ആവുന്നില്ല, അല്ലെങ്കിൽ അത് അപ്ലൈ ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല. ബിക്കോസ് അവർ വളരെ ഹൈപ്പർ കണക്റ്റഡ് ആയിട്ടുള്ളൊരു വേൾഡിലാണ് ജീവിക്കുന്നത്. ടെക്നോളജിക്കലി ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ലോകത്ത് ജീവിക്കുന്ന കുട്ടികൾ, ഒരുപാട് ഇൻഫർമേഷൻ പലതരത്തിൽ അവരുടെ ബ്രെയിനിലേക്ക് ആക്സസ് ചെയ്യുന്ന കുട്ടികളെ നമുക്ക് നമ്മുടെ പഴയ പല പ്രിൻസിപ്പിൾസും വെച്ചിട്ട് അവരെ ഗൈഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പേരൻസിന് അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അതുപോലെ തന്നെ പേരൻസിന് പലർക്കും കുട്ടികൾക്ക് കൊടുക്കേണ്ട ഇനഫ് ടൈം പേരൻറ്റിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കിട്ടുന്നില്ല. അതിപ്പോൾ ഈ പറയുന്ന എനിക്കുൾപ്പെടെ പണ്ടൊരു അമ്മയ്ക്കോ അച്ഛനോ കിട്ടിയിരുന്ന അത്രയും സമയം പോലും നമുക്ക് പേരൻറ്റിങ്ങിൽ ശ്രദ്ധിക്കാൻ കിട്ടുന്നില്ല എന്നുള്ളതാണ്. ആൻഡ് അതായത് പണ്ടാണെങ്കിലും മിക്കവാറും ഒരു പേരൻറ്റെങ്കിലും എപ്പോഴും അവൈലബിൾ ആയിരിക്കും വീട്ടിലാണെങ്കിലും. പക്ഷേ ഇന്നിപ്പോൾ രണ്ടുപേരും വർക്ക് ചെയ്യാതെ നമുക്ക് ആ ഒരു ഫാമിലി മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമുക്ക് പേരൻറ്റിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കിട്ടുന്ന സമയം കുറവാണ്. ഇനി നമ്മൾ വീട്ടിൽ പ്രസൻ്റ് ആയിരിക്കുന്ന സമയത്ത് പോലും നമ്മളും ഇതുപോലെ മൊബൈൽ പോലുള്ള പല ഡിസ്ട്രാക്ഷൻസിലായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കുട്ടിക്ക് കൊടുക്കേണ്ട ശ്രദ്ധ, കൊടുക്കേണ്ട എല്ലാ സമയത്തും കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളിൽ നമ്മളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ സെൽഫ് റിഫ്ലക്റ്റ് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇവർക്ക് എന്തെങ്കിലും ഒരു ഇമോഷണൽ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെ കൃത്യമായിട്ട് ഗ്രൗണ്ട് ചെയ്യാമെന്നുള്ളത് കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ആസ് എ പേരൻറ്റ് നമുക്കുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പേരൻറ്റിങ്ങിൽ നമ്മൾ എന്തൊക്കെ ചേഞ്ചസ് കൊണ്ടുവരണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചായിരുന്നു ബേസിക്കലി ഈ പോസ്റ്റ്. അത് കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു സ്വഭാവ വൈകല്യങ്ങളുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളുണ്ട്, ഇനി ഈവൻ പുറത്തുള്ള കൂട്ടുകെട്ട്, തീർച്ചയായിട്ടും ഈ കൂട്ടുകെട്ടെന്ന് പറയുമ്പോഴും അതും വേറെ ആരുടെയെങ്കിലും കുട്ടികളാണല്ലോ. അപ്പോൾ ഈ ഗ്രൂപ്പുകളിൽ അല്ലെങ്കിൽ അതിൻ്റെ ഇൻഫ്ലുവൻസ് കുട്ടികളിൽ കണ്ടു തുടങ്ങുന്ന സമയത്തും നമ്മുടെ കുട്ടിക്ക് ഇതൊന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നമ്മുടെ കുട്ടി ചെയ്യില്ല എന്ന് വിചാരിച്ചിരിക്കാതെ നമ്മൾ എങ്ങനെയാണ് ബൗണ്ടറീസ് സെറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് റൂൾസ് സെറ്റ് ചെയ്യേണ്ടത്, ഇവർ പറയുന്നതൊക്കെ ഇമ്മീഡിയറ്റ്ലി നമ്മൾ മേടിച്ചു കൊടുത്ത് ഗ്രാറ്റിഫൈ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു പേരൻറ്റിങ് കാലമാണ് ഇപ്പോൾ ഉള്ളത്. കാരണം നമുക്ക് ഇവർക്ക് കൊടുക്കാൻ സമയമില്ല. അപ്പം നമ്മൾ പലപ്പോഴും ആ സമയമില്ലായ്മയെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ പറയുന്ന പല കാര്യങ്ങളും മേടിച്ചു കൊടുക്കും. പെട്ടെന്ന് ടെക്നോളജിയിലേക്ക് അല്ലെങ്കിൽ മൊബൈൽ ഫോണുകളിലേക്ക്, അവർക്ക് സ്വന്തമായിട്ട് മൊബൈൽ ഫോണുകളുള്ള കുട്ടികളാണ്. 10 വയസ്സിന് അപ്പുറത്തേക്ക് എല്ലാ കുട്ടികളും സ്വന്തമായിട്ട് മൊബൈൽ ഉപയോഗിക്കുന്ന ഒരു കാലത്തിൽ ആണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അവർക്ക് മൊബൈൽ കൊടുക്കും, കൺട്രോൾ ഇല്ലാതെ സ്ക്രീൻ ടൈം കൊടുക്കും, പറയുന്നതൊക്കെ വാങ്ങിക്കൊടുക്കും. ഇമ്മീഡിയറ്റ് ആയിട്ട് അവരുടെ പല കാര്യങ്ങളും ചെയ്തു കൊടുത്താണ് നമുക്ക് കൊടുക്കാൻ പറ്റാത്ത സമയക്കുറവിനെ പലപ്പോഴും മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്തൊക്കെ എങ്ങനെ നമുക്കൊരു തിരുത്തൽ കൊണ്ടുവരാം എന്നുള്ളത് ഈ ഒരു കുട്ടിയുടെ ഇൻസിഡൻറ്റ് വെച്ചുകൊണ്ട് മാത്രമല്ല, ജനറലി പേരൻറ്റിങ്ങിൽ പ്രത്യേകിച്ച് ജെൻ ആൽഫ കുട്ടികളെ നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ ജനറലി വരുത്തേണ്ട ചില മാറ്റങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു പോയൊരു പോസ്റ്റായിരുന്നു അത്. പക്ഷേ ഈ പോസ്റ്റിനെ ആളുകൾ
ഇൻ്റർപ്രറ്റ് ചെയ്തത് ഒരു ബിഗ് മെജോറിറ്റി, അതിൻ്റെ ഫസ്റ്റിലത്തെ ഒരു സ്ലൈഡ് മാത്രം വായിച്ചിട്ട് ഒരു വലിയൊരു മെജോറിറ്റി അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്തത് അധ്യാപകനെതിരെ കൊലവിളി നടത്തിയ ആ വിദ്യാർത്ഥിയെ അശ്വതിയെ പോലുള്ളവർ സപ്പോർട്ട് ചെയ്യുന്നു. സത്യത്തിൽ ആ പോസ്റ്റിൽ എവിടെയും ഈ കുട്ടിയുടെ ബിഹേവിയറിനെ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഈ ബിഹേവിയറിന് തീർച്ചയായിട്ടും ഒരു റൂട്ട് കോസ് ഉണ്ടാവും. ആ കോസിനെ അഡ്രസ്സ് ചെയ്യാതെ ഇതിൻ്റെ പുറമേ കൊണ്ടുപോയിട്ട് നമ്മൾ എന്തൊക്കെ കറക്ഷൻ മെത്തേഡ്സ് ചെയ്തു കഴിഞ്ഞാലും അത് വർക്ക് ആവില്ല. ഇതുപോലെയുള്ള എല്ലാ കേസസിലും ഇതിൻ്റെ റൂട്ട് എന്താണ്, അതിപ്പോൾ കൂട്ടുകെട്ടാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള അബ്യൂസീവ് ആയിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങൾ അതിൻ്റെ പുറകിലുണ്ടോ, വേറെ എന്തെങ്കിലും സബ്സ്റ്റൻസിൻ്റെ ഉപയോഗങ്ങളുണ്ടോ, ഇങ്ങനെയുള്ള ലോട്ട് മെനി തിങ്സ് നമ്മൾ ഇതിൻ്റെ ബാക്കിൽ നമ്മൾ കൺസിഡർ ചെയ്യണം എന്നുള്ള ഫാക്റ്റാണ് ഇതിനകത്ത് പറഞ്ഞു വെച്ചത്. അപ്പോൾ അതിനകത്ത് പേരൻസിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും ഇൻവോൾവ്മെൻറ്റ് നല്ലോണം വേണം. ടീച്ചേഴ്സ് പലപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ നിസ്സഹായരാണ്. അവരെന്തെങ്കിലും ഒരു സജഷൻസ് കുട്ടിയുടെ കാര്യത്തിൽ പറയുകയോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കൗൺസിലറെ നിങ്ങളൊന്ന് കാണിക്കുന്നത് നല്ലതായിരിക്കും, അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിൻ്റെ സർവീസ് എടുക്കുന്നത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞാൽ പോലും ഒഫൻഡഡ് ആവുന്ന പേരൻസ് ആണ് മിക്കവരും. ഞങ്ങളുടെ കുട്ടിക്ക് മാനസിക പ്രശ്നങ്ങളൊന്നുമില്ല, അതുകൊണ്ട് ഇപ്പോൾ ആരുടെ സഹായത്തിൻ്റെ ആവശ്യമില്ല, ഞങ്ങൾ വേണമെങ്കിൽ സ്കൂൾ മാറ്റാം എന്ന് പറയുന്ന പേരൻസ് ആണ് കൂടുതലും. അപ്പോൾ ടീച്ചേഴ്സും ഒരു പരിധി വരെ ഇതിനകത്ത് നിസ്സഹായരാണ്. ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു പോസ്റ്റാണ്. പക്ഷെ അതിനുള്ള ആ ഒരു ഇൻ്റർപ്രിട്ടേഷൻ ഭയങ്കര റോങ് ആയി പോയതിൽ അല്ലെങ്കിൽ ഒരുപാട് പേര് അതിനെ ദുർവ്യാഖ്യാനിച്ചതിൽ എനിക്ക് വിഷമമുണ്ട് എന്ന് പറയായിരുന്നു. പിന്നെ കുറച്ച് പേര് എന്നോട് പറഞ്ഞു ആ കുട്ടീനെ എന്നോട് കൊണ്ടുപോയി വളർത്തിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ 2 കുട്ടികളെ ഓൾറെഡി വളർത്തുന്നുണ്ട്, അവരെ എത്രയും ബെറ്ററായിട്ട് വളർത്താൻ പറ്റുക എന്നുള്ളത് ഞാൻ ശ്രദ്ധിച്ചാൽ മതിയല്ലോ. നമ്മൾ പേരൻറ്റിങ്ങിൽ കുറച്ച് ബെറ്റർ ആവണം, അല്ലെങ്കിൽ സൊസൈറ്റി കുറച്ചുകൂടെ അതിൽ ഫോക്കസ് ചെയ്യണമെന്ന് പറയുന്നതിനർത്ഥം ഈ പറയുന്ന കുട്ടികളൊക്കെ ഞാൻ വീട്ടിൽ കൊണ്ടുപോയി വളർത്തിക്കോളാം എന്നല്ല. പിന്നെ ഇതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ട കുറച്ച് കോമൻസിനൊന്ന് മറുപടി കൂടി പറഞ്ഞു പോകാമെന്ന് വിചാരിക്കുന്നു. പരസ്യമായി വധഭീഷണി മുഴക്കിയ ആളുകൾക്ക് വരെ ഇവിടെ സപ്പോർട്ടുണ്ട്. അതായത് ഈ പോസ്റ്റ് അങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു പോസ്റ്റാണെന്ന് ഒരിക്കലും അല്ല. കുട്ടിയുടെ ബിഹേവിയറിനെ നമ്മൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ ആ ബിഹേവിയറിന് കറക്ഷൻ എടുക്കുന്ന സമയത്ത് ആ ആളെ എഴുതി തള്ളിക്കൊണ്ടല്ല ആ കറക്ഷൻ മെത്തേഡ്സ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. പിന്നെ ഒരു വലിയ മെജോറിറ്റി പറഞ്ഞൊരു കാര്യമുണ്ട്, 16-17 വയസ്സെന്ന് പറയുമ്പോഴേക്കും അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള പ്രായത്തിലാണ്. അപ്പോൾ ഈ പ്രായത്തിൽ ഇങ്ങനെ പറയണം എന്നുണ്ടെങ്കിൽ എത്രമാത്രം ധൈര്യം ഉണ്ടായിട്ടാണ്. അപ്പോൾ ബേസിക്കലി ഒരു ക്രിമിനൽ മൈൻഡ് സെറ്റ് അതിൻ്റെ പുറകിലുണ്ട് എന്ന് പറയുന്ന ഒരുപാട് ആളുകളെ കണ്ടു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ സയൻറ്റിഫിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരാളുടെ ഇമോഷണൽ ബ്രെയിൻ ഫുള്ളി മെച്യൂർ ആവണമെങ്കിൽ 24 വയസ്സാവണം എന്നാണ് പറയുന്നത്. ഓക്കെ, പക്ഷെ എന്നാലും നമ്മൾ 16-17 വയസ്സുള്ള കുട്ടികളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ചില ബിഹേവിയേഴ്സ് ഉണ്ട്. ആ ബിഹേവിയർ അവൻ കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ചില റീസൺസ് ഉണ്ടാവും. ആ റീസൺസ് കൂടെ നമ്മൾ അഡ്രസ്സ് ചെയ്യണം എന്ന് മാത്രമാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും പ്രായമുള്ളൊരു കുട്ടീനെ നമ്മൾ ഒരു മേജറായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യണം, അത്തരത്തിലുള്ള പണിഷ്മെൻറ്റുകൾ നമ്മൾ കൊടുക്കണം എന്നുള്ളതാണ് കൂടുതൽ പേരുടെയും ഒരു ആർഗ്യുമെൻറ്റ്. പിന്നെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞ ദിവസം ചിൽഡ്രൻസ് ഹോമിൽ 2 കുട്ടികൾ തമ്മിൽ ഫൈറ്റ് നടന്നു, ഒരാൾ മറ്റൊരാളെ കൊന്നു എന്നുള്ള സംഭവം പറയുന്നുണ്ട്. അവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗുഡ് ആയിട്ടുള്ള ഒരു ചൈൽഡ്ഹുഡ് കിട്ടിയിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ ചിൽഡ്രൻസ് ഹോമിലേക്ക് എത്തിപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് വീണ്ടും നടന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്തൊക്കെ നമ്മുടെ കുട്ടികളുടെ മെൻ്റൽ ഹെൽത്ത്, അവർ വളരുന്ന എൻവയോൺമെൻറ്റ്, അവരുടെ ഇമോഷണൽ ഹെൽത്ത്, അപ്പോൾ ഇതൊക്കെ നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ മേക്ക് ഷുവർ ചെയ്യേണ്ട ബാധ്യത പേരൻസിനും അധ്യാപകർക്കും അതുപോലെ ആസ് എ സൊസൈറ്റി നമുക്കൊക്കെ ഉണ്ട് എന്നുള്ള കാര്യമാണ്. പിന്നെ കുറേ എന്നെ അബ്യൂസ് ചെയ്തിട്ടുള്ള മെസ്സേജ് വന്നിട്ടുണ്ട്. അതായത് എൻ്റെ കുട്ടികൾ ഇത് കാണിക്കുമ്പോൾ ഞാൻ പഠിക്കും എന്നുള്ള തരത്തിലൊക്കെ. എൻ്റെ കുട്ടികൾ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ അവർക്ക് കൊടുക്കുന്നുണ്ട്. ഞാൻ പേരൻറ്റിങ് പഠിക്കുക മാത്രമല്ല, പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തെറ്റുണ്ട് എന്ന് തോന്നുന്ന പോയിന്റിലൊക്കെ തിരുത്താനും തയ്യാറാവുന്ന ഒരാളാണ്. അപ്പം ലേണിങ്ങും അൺലേണിങ്ങും നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പം അതുകൊണ്ട് എൻ്റെ കുട്ടികളെ ഇമോഷണലി സേഫ് അല്ലാത്ത ഒരു സിറ്റുവേഷൻ അല്ല ഞാൻ അവർക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ അവരുടെ കൂട്ടുകെട്ടിൽ പ്രശ്നമുണ്ടെന്ന് തോന്നിയാൽ പോലും ഒരു കറക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും അവരുടെ കാര്യത്തിൽ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഞാൻ ആസ് എ പേരൻറ്റ് എന്നുള്ള തരത്തിൽ മാത്രമല്ല എൻ്റെ കുട്ടികളെ കാണുന്നത്. ചില സമയത്ത് മാറി നിന്നിട്ട് ഒരു തേർഡ് പാർട്ടി എന്നുള്ള തരത്തിൽ കൂടി അവരുടെ ബിഹേവിയേഴ്സ് ഒബ്സർവ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ്. ഇനി അതിന് പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ആ കാലാകാലങ്ങളിൽ എക്സ്പേർട്സിൻ്റെ അഡ്വൈസ് സീക്കാറുണ്ട്. അതിനകത്തും യാതൊരു അഭിമാനക്കുറവുമില്ല. പിന്നെ ബഹുമാനം. യെസ്, ഈ ബഹുമാനം എന്ന് പറയുന്ന ഫാക്ടറിനെ കുറിച്ച് കൂടി എനിക്കൊന്ന് സംസാരിച്ച് പോകണമെന്നുണ്ട്. അതായത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് പണ്ടത്തെ കുട്ടികളെ അപേക്ഷിച്ച് മുതിർന്നവരോട് ബഹുമാനം കുറവാണ്. അതൊരു ഫാക്റ്റാണ്. ആ ബഹുമാനം ഓരോ തലമുറ കഴിയും തോറും അത് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും. ഈ ബഹുമാനം നമുക്ക് പിടിച്ച് മേടിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. നമ്മുടെയൊക്കെ ഒരു ജനറേഷൻ അല്ലെങ്കിൽ അതിന് മുന്നത്തെ ഒരു ജനറേഷൻ മുതിർന്ന തലമുറ എന്തുകൊണ്ട് ബഹുമാനിച്ചിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള സർവൈവൽ സ്കിൽസ് പഠിപ്പിച്ചു തരുന്ന ആളുകൾ ഈ മുതിർന്ന ആളുകളായിരുന്നു. അതിപ്പോൾ അന്നത്തെ സർവൈവൽ സ്കിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാട്ടിൽ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള
പല കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സ്കിൽസ് പഠിപ്പിച്ചു തരുന്നവരാണ്. മരത്തിൽ കയറാനായിക്കോട്ടെ, ഇപ്പോൾ തേനെടുക്കാനായിക്കോട്ടെ, വിറക് വെട്ടാനായിക്കോട്ടെ, ഒരു കടുവയുടെയും പുലിയുടെ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടാനായിക്കോട്ടെ, മീൻ പിടിക്കാനായിക്കോട്ടെ, എന്തും ഇത്തരത്തിലുള്ള ബേസിക്കലി നമുക്ക് സർവൈവ് ചെയ്യാനുള്ള സ്കിൽസ് തൊട്ട് നമുക്ക് സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തരുന്ന ആളുകൾ നമ്മുടെ മുതിർന്നവരായിരുന്നത് കൊണ്ട് ആ ഒരു നമ്മുടെ ബ്രെയിനിൽ തന്നെ ഓൾവേസ് ഇവരെ റെസ്പെക്ട് ചെയ്യണം. അല്ലെങ്കിൽ അറിവുള്ള നമ്മളെ കഴിഞ്ഞും എന്തൊക്കെയോ കൂടുതൽ അറിയാമെന്നുള്ള ആളുകളെയാണ് നമ്മൾ എപ്പോഴും റെസ്പെക്ട് ചെയ്യുക അല്ലേ. അപ്പോൾ ആ ഒരു റെസ്പെക്റ്റ് നേടിയെടുക്കാൻ അവർക്കും വളരെ എളുപ്പമായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് ആ റെസ്പെക്റ്റ് കൊടുക്കാനുള്ള ഇൻബിൽറ്റ് ആയിട്ടുള്ളൊരു കഴിവുണ്ടായിരുന്നു. പക്ഷെ കാലം മാറി, നമ്മളിപ്പോൾ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് പലപ്പോഴും തോന്നുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഇത്തരം കാര്യങ്ങൾക്കൊന്നും നമ്മളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെ. കുട്ടികൾ എപ്പോഴും നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ് നമ്മളെ കഴിഞ്ഞും കൂടുതൽ അറിവിലേക്കുള്ള ആക്സസ് അവർക്കുണ്ട് എന്ന് അവർ ചിന്തിച്ചിരിക്കുന്ന ഒരു കാലമാണ്. അപ്പം അച്ഛനെ അമ്മയെ കഴിഞ്ഞും കൂടുതൽ പലപ്പോഴും കാര്യങ്ങൾ അവർക്കാണ് അറിയുക എന്നുള്ളൊരു ധാരണയുള്ള ഒരു തലമുറയിൽ നിന്ന് നമുക്ക് ബഹുമാനം പിടിച്ചു മേടിക്കൽ ഒട്ടും എളുപ്പമല്ല. അപ്പം അതുകൊണ്ടാണ് അത് നമ്മുടെ അടുത്തുനിന്ന് പ്രത്യേകിച്ച് അവർക്ക് അത് ഫുഡും ഷെൽട്ടറും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ആളുകൾ, ഇപ്പം നമ്മൾ പറയാറില്ലേ പൈസയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് കുട്ടികൾ അച്ഛനെ വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുക, അതിനപ്പുറത്തേക്ക് അവർക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഇതില്ല എന്ന് തോന്നുന്നത്. ബിക്കോസ് അവർക്ക് നമ്മുടെ അടുത്തുനിന്ന് പ്രത്യേകിച്ചൊന്നും ലേൺ ചെയ്യണം എന്നുള്ളൊരു നെസസിറ്റി ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളത് അവരുടെ കുറ്റമല്ല, അത് കാലം മാറിയതുകൊണ്ടാണ്. അപ്പോൾ ഈ ബഹുമാനം നമുക്ക് പിടിച്ചു മേടിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. പക്ഷേ ആ ബഹുമാനം കിട്ടില്ല എന്നുള്ള സമയത്ത് നമുക്ക് ഭയപ്പെടുത്തിയിട്ടും ഈ ബഹുമാനം ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഈ പറയുന്ന ആളുകളൊക്കെ പറയുന്നത് നമുക്ക് പേടിപ്പിക്കണം കുട്ടികളെ, ആ പേടി ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികളെ ആണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചാൽ നമുക്കൊരു പോയിന്റ് വരെയൊക്കെ ഇവരെ പേടിപ്പിക്കാൻ പറ്റിയേക്കും. പക്ഷേ ഈ പേടി മാറുന്നൊരു ലെവൽ എത്തിക്കഴിഞ്ഞാൽ ഇത് ഭയങ്കര ടെറിബിൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലേക്ക് പോകും. വൺസ് ഇവർ ഇതിൽ നിന്ന് പേടി മാറിയിട്ട് നമ്മൾ അതിൽ നിന്ന് തിരിഞ്ഞ് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇവരെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് യാതൊരു മെത്തേഡും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റി എന്ന് വരില്ല. അതുകൊണ്ട് തന്നെ പേടിപ്പിക്കലോ കൺട്രോളിങ്ങോ അല്ല, കണക്ട് ചെയ്ത് നിന്നുകൊണ്ട് അവരെ ഗൈഡ് ചെയ്യൽ മാത്രമാണ് ഇനിയത്തെ കാലത്ത് പോസിബിൾ ആവുക എന്നുള്ളതാണ്. അതിപ്പോൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്താലും ഇല്ലെങ്കിലും നമുക്ക് കാലത്തിനെ മാറ്റി പണ്ടത്തെ കാലത്തേക്ക് തിരിച്ചു കൊണ്ടുപോകാനൊന്നും പറ്റില്ല. കാലോചിതമായിട്ടുള്ള ചില മാറ്റങ്ങൾ നമ്മൾ പേരൻറ്റിങ്ങിലും കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ ഒരുപാട് പേർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവർ പണ്ടത്തെ ആ പേരൻറ്റിങ് മെത്തേഡ് അങ്ങനെ തന്നെ ഇപ്പോഴത്തെ കുട്ടികളിലും ഇംപ്ലിമെൻറ്റ് ചെയ്താൽ എല്ലാം ശരിയാവും എന്ന് വിശ്വസിക്കുന്നവരാണ്. പക്ഷെ പണ്ടത്തെ പേരൻറ്റിങ് നമുക്ക് സ്യൂട്ടായി, ഇറ്റ് ഡസൻ മീൻ അത് ഇനി അങ്ങോട്ടേക്ക് വരുന്ന എല്ലാ തലമുറയ്ക്കും സ്യൂട്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ ഈ ഇത്തരം ചില കാര്യങ്ങൾ ആണ് എനിക്ക് നിങ്ങളോട് പറയാനുണ്ടായിരുന്നത്. എനിക്കൊരു ക്ലാരിഫിക്കേഷൻ തരണമെന്ന് തോന്നിയ ചില കാര്യങ്ങൾ ഞാൻ സംസാരിച്ചു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഇതൊന്നും ആ ഒരു സെൻസിലേ മനസ്സിലാക്കാണ്ട് മോഡേൺ പേരൻറ്റിങ് എന്ന് പറഞ്ഞ് കുട്ടികളെ വഴിതെറ്റിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഒരുപാട് പേര് ഭയങ്കര അബ്യൂസീവായിട്ടുള്ള മെസ്സേജസൊക്കെ അയക്കുകയും അതുപോലെ കമൻറ്റുകൾ ചെയ്യുകയും ചെയ്തു. പക്ഷേ സത്യത്തിൽ അതൊന്നും എൻ്റെ പ്ലാറ്റ്ഫോമിലല്ല, കൂടുതലും പുറത്തുള്ള വേറെ പല പ്ലാറ്റ്ഫോമുകളിൽ വന്നു. പിന്നെ ഒരു കമൻറ്റിനും കൂടെ ഒന്ന് മറുപടി പറയണമെന്ന് വിചാരിച്ചു. എൻ്റെ അടുത്ത് കുറേ പ്ലാറ്റ്ഫോമുകളിൽ, അതായത് എൻ്റെ പഴയൊരു കമൻറ്റ്, എൻ്റെ ഫോട്ടോയുടെ താഴെ വന്നൊരു കമൻറ്റിന് ഞാനൊരു റിപ്ലൈ കൊടുത്തത് അത് കുറേ വൈറലായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അങ്ങനെയാണെങ്കിൽ ഇയാളുടെ മാനസികാവസ്ഥ കൺസിഡർ ചെയ്ത് അങ്ങ് ക്ഷമിച്ചാൽ പോരായിരുന്നു, ഞാൻ എന്തിനാണ് എൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്പ്രെഡ് ചെയ്തത് എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാനിതിൻ്റെ സ്ക്രീൻഷോട്ട് എവിടെ സ്പ്രെഡ് ചെയ്തിട്ടില്ല, ഞാൻ എവിടെ ഷെയർ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ഒരു പ്രൂഫ് കാണിച്ചു തരാൻ പറ്റുമോ ഞാനതിൻ്റെ സ്ക്രീൻഷോട്ട് എവിടെയെങ്കിലും ഷെയർ ചെയ്തത്? ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ ആ വ്യക്തിക്ക് മറുപടി കൊടുക്കുക മാത്രമാണ് ചെയ്തത്. ആൻഡ് ഓൾസോ മേക്ക് ഷുവർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് റിയൽ പ്രൊഫൈലും ആയിരുന്നു ആൻഡ് ഹി വാസ് എൻ അഡൾട്ട്. ആ ഒരു അഡൾട്ടിന് ഞാൻ ആ സമയത്ത് റിപ്ലൈ കൊടുത്തു. പക്ഷെ ഒരു 10-20 മിനിറ്റിനുള്ളിൽ ഞാൻ അത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതായത് ആ ഒരു കമൻറ്റ് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തതാണ്. പക്ഷേ അതിന് മുന്നേ അത് ആരൊക്കെയോ സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്തതാണ്. അപ്പം അതിനകത്ത് എനിക്ക് പങ്കില്ല. അത് സ്പ്രെഡ് ചെയ്തല്ലോ ഷെയർ ചെയ്തല്ലോ ഞാൻ ആരോടും വൈരാഗ്യം വെച്ചിട്ട് ഒന്നും ചെയ്തതല്ല, അത് അന്നേ കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ആളുകൾ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കഷായ കേസിൽ ഗ്രീഷ്മയും സപ്പോർട്ട് ചെയ്യാൻ ആളുകൾ ഉണ്ടാവുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ഒരു അഡൾട്ടിൻ്റെ ക്രിമിനൽ ബിഹേവിയറിനെ ആസ് എ സ്റ്റേറ്റ് നമ്മൾ എങ്ങനെ പണിഷ് ചെയ്യുന്നു എന്നുള്ള മാനദണ്ഡത്തിലല്ല നമ്മൾ കുട്ടികളെ കറക്റ്റ് ചെയ്യാൻ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടത്. രണ്ടിൻ്റെയും ത്രാസ് വേറെയാണ് എന്നുള്ള കാര്യം മാത്രമാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുള്ളത്. യെസ്, അപ്പോൾ ഇനിയും നിങ്ങൾക്ക് ക്രിട്ടിസൈസ് ചെയ്യാനുള്ള എല്ലാ റൈറ്റും ഉണ്ട്. പക്ഷെ പലപ്പോഴും ഈ പറയുന്ന കാര്യം എന്താണെന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് ഒരു പോസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ട് ഇത് എന്താണ് പറഞ്ഞതെന്ന് വായിക്കാനുള്ള ക്ഷമയെങ്കിലും കാണിക്കണം എന്നൊരു അഭ്യർത്ഥന കൂടിയുണ്ട്. സോ ദാറ്റ്സ് ഓൾ. നമുക്ക് വേറെ എന്തെങ്കിലും ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്തത്.